ഓക്കെ ഓക്കെ ജമാൽ സാർ നന്നായിട്ടുണ്ട്. താങ്ക് യു. ആ രാജു, അടുത്ത ഷോട്ട് നമുക്ക് ജീപ്പിനകത്ത് നിൽക്കാം. ജമാൽ സാർ നടന്നു കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അടികൊണ്ട് വീഴുന്ന ജമാൽ സാർ ചാർജ്. ബാബു ഈ രണ്ട് ഷോട്ട് നമ്മൾ എടുത്താണ്. ഒരു മിഡിൽ ഷോട്ട് സൈഡ്. ഓക്കെ ഓക്കെ ആ എന്നാ ബാബു ജമാൽ സാർ. ഓക്കെ ഷോട്ട് അടി. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞില്ല, എന്നാലും കൊണ്ടുവന്നോളൂ, ഞാൻ കഴിച്ചോളാം. എന്ത് ഫുഡ് റെഡി എന്നല്ലേ പറഞ്ഞത്? ഷോട്ട് അടിയായെന്നാ പറഞ്ഞത്. ഓ ഷോട്ട്. എത്ര നേരമായി ഇങ്ങനെ അങ്ങോട്ടെങ്ങനെ മാറിയിരിക്കാൻ വരുന്നില്ല. ഇപ്പോഴത്തെ വെയില് ഭയങ്കര ഡേഞ്ചറാ. അധികം കൊള്ളണ്ട, കറുത്തു പോകും. സാർ, നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ഷോട്ട് ഗുണ്ടകളുടെ അടുത്തേക്ക് ചെല്ലുന്ന എസ് ഐയെ ഇയാൾ ഇടിക്കുന്നു. അപ്പോൾ എസ് ഐ ബോണറ്റിൽ അടിച്ച് നിലത്ത് വീഴുന്നു. അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് അരയിൽ നിന്ന് തോക്കെടുത്ത് അവർക്ക് നേരെ ചൂണ്ടുന്നു. അപ്പോൾ അവർ ഓടും. അപ്പോഴാണ് എസ് ഐയുടെ ഡയലോഗ്, നിൽക്കാനാണ് പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും, ഐ വിൽ ഷൂട്ട്. ഓക്കെ സാർ, ആ ഡയലോഗ് തരൂ. ഇതാ ഒന്ന് നോക്ക്. നിൽക്കാനാ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും, ഐ വിൽ ഷൂട്ട്. ഓക്കെ, അപ്പൊ ഈ ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ക്യാമറ ജീപ്പിനുള്ളില്. അപ്പൊ ഫൈറ്റ് ഇവിടുന്ന് ഓടി ഒരു പാടത്ത് നിന്നു. ഇപ്പൊ സാറിത ഇവരുടെ പുറകെ ഓടി അവിടെ വരെ ചെല്ലുമ്പോൾ അവിടെ കട്ട് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റിഹേഴ്സൽ നോക്കാം. റിഹേഴ്സൽ വേണമെന്നില്ല, ഞാൻ ഓക്കെയാണ്. ഇതൊക്കെ ചെറിയൊരു ഷോട്ടല്ലേ, നമുക്ക് ടേക്ക് പോവാം. രാജീവേ, ക്യാമറ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ഫീൽഡ് ക്ലിയർ, ഫീൽഡ് ക്ലിയർ. രാജീവേ സർ, ഓക്കെ ടേക്ക് ആണ്. ഓക്കെ സർ, സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സർ, ആക്ഷൻ. നിൽക്കാനാ പറഞ്ഞ, ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും, ഐ വിൽ ഷൂട്ട്. അന്റെ തലക്കെന്താടാ പിരാന്ത് പിടിച്ച? അതോ മേത്ത് വല്ല ശൈത്താനും കേറിയാ? ഈ ആരെയാടാ പൂട്ടൊന്നും പറഞ്ഞ പുറത്തേക്ക് ഓടണത്? അത് പിന്നെ മാമ, ഞാനൊരു സ്വപ്നം കണ്ട് പോലീസ് SI ആയിട്ട്. നേരാണ് അയ്യ പറഞ്ഞത്, അന്ന പോലീസിലെടുത്താ? എടുത്തു, പോലീസിലല്ല, സിനിമയില് ഞാനൊരു സൂപ്പർ സ്റ്റാറായി. സൂപ്പർ സ്റ്റാർ സന്ധ്യയാകുമ്പോ മുറ്റത്തോട്ടിറങ്ങി ആകാശത്തോട്ട് നോക്കിയാ അവിടെ കാണാം കുറെ സൂപ്പർ സ്റ്റാർ. മാമ, എന്നെ അങ്ങനെ കൊച്ചാക്കണ്ട. ഞാനും ഒരിക്കൽ മമ്മൂട്ടിയും മോഹൻലാലിനെ പോലെയൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ ആവും. മമ്മൂട്ടി, മോഹൻലാൽ, അവരുടെ പേര് പറയാനുള്ള യോഗ്യത എനക്കുണ്ട്. ഓരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇവിടം വരെ എത്തിയവരാ. ഞാനും ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ ഈ ജനിച്ചപ്പോഴേ എന്റെ ബുദ്ധി മുട്ടിയിരിക്കുകയായിരുന്നു. അന്നെ പോലത്തെ കുറെ ചെറുപ്പക്കാര് വീട്ടുകാരുടെ കായും കളഞ്ഞ് ഒരു പ്രയോജനവും ഇല്ലാതെ സിനിമ എന്ന് പറഞ്ഞ് നടക്കണം. മാമ നോക്കിക്കോ, മമ്മൂട്ടിയും മോഹൻലാലും ഒരു ചവിട്ടങ്ങൾ വെച്ചെന്നാണ്. ബലാലല്ല, ജമാൽ. ഓരെവിടെ കിടക്കണ, ഈ എവിടെ കിടക്കണം? ഓരോ വീട്ടിൽ കിടക്കണം. എന്റെ ജമാല ഇവിടെ കിടക്കണം. ഈ വിഷമിക്കണ്ട, ഓരോടത്ത് പോയി നമ്മള് പറയാം അന്ന സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കാം. ആരോട്? മമ്മൂട്ടിനോടും മോഹൻലാലിനോടും. ഈ പറഞ്ഞേക്കാൻ ഓരെന്താ എന്റെ വീട്ടില് വാടകയ്ക്ക് താമസിക്കുന്നവരാ? എന്റെ ആമിന, ജമാലെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം സുന്ദരൻ എന്നാണ്. പക്ഷെ എങ്കിൽ അത് പേരില് മാത്രം പോരാ, മുഖത്തും ഉണ്ടാവണം. എന്റെ ജമാലെ, അനക്ക് പേരിട്ടവർക്ക് പറ്റിയ വലിയൊരു അബദ്ധാണ്. നമ്മുടെയൊക്കെ പേര് നോക്ക്, നമ്മുടെ മോന്തൊക്കെ ചേർന്ന പേരാണ് ഹുസൈൻ. എന്താ അതിന്റെ അർത്ഥം? കൊച്ചു സുന്ദരൻ. നോക്കട്ടെ. കണ്ടാലും പറയും, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. എന്റെ ജമാലിന്റെ ഈ മോന്തയ്ക്ക് എന്താണ് ഒരു കുഴപ്പം? ഇനി എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ നമ്മളത് മാറ്റിക്കൊടുക്കും. നമ്മള് കുങ്കുമപ്പ് പാല് ചേർത്ത് കൊടുക്കും. അതങ്ങടെ ഒരു മാസം കുടിച്ചാ ഏത് കരിമാക്കാനും വെളുക്കും. അതേ മോനെ, ഈ കുടുംബം മുഴുവൻ വെളുത്ത് കിട്ടും. ഈ കുങ്കുമപ്പൂ എന്ന് പറയുന്ന പൂവേ അടുത്ത പറമ്പിലുണ്ടാവണം. എന്റെ ബുദ്ധി മുട്ടിയാണ്. അനക്ക് പറ്റുമെങ്കിൽ 2 ചെമ്പരത്തി പൂ പറിച്ചോന്റെ ചെവിക്കണ വെച്ചു കൊടുക്കും. വേണേ ഈ 2 പറ്റും. അല്ലേലും നമ്മളിത് കേക്കണം.
അനക്കറിയോ ജമാലെ, എന്റെ ബാപ്പ എത്ര നല്ല ആലോചനകൾ കൊണ്ടുവന്നതാ. എന്നെ നിക്കാഹ് കഴിക്കാൻ പറഞ്ഞ ആളെ കുറിച്ച് ഒത്തിരി കിനാവുകൾ നമ്മൾ കണ്ടിരുന്നു. ഷാജഹാനെ പോലെ സുന്ദരനും ഗാന്ധിജിയെ പോലെ സത്യസന്ധനുമായ ഒരാളായിരിക്കണമെന്നായി. അപ്പൊ എനക്ക് ഭാഗ്യമുണ്ട്. തക്ക സമയത്ത് തന്നെ നമ്മൾ എത്തി. ഞമ്മളെ കൊണ്ടൊന്നും പറയിക്കരുത്, ഒരു ഭാഗ്യക്കാരൻ. അപ്പൊ മാമി കുങ്കുമപ്പൂ ഈ ഇപ്പൊ അങ്ങനെ വെളുക്കണ്ട മാമി. മോനെ ജമാലെ, അന്നോടുള്ള സ്നേഹം കൊണ്ട് മാമ പറയാണ്, പണിയെടുക്കാൻ പറ്റുന്ന പ്രായത്തിലെ പണിയെടുക്കാനും സമ്പാദിക്കാനും പറ്റൂ. 50 60 വയസ്സിൽ അതൊന്നും പറ്റൂല. മാമ നോക്കിക്കോ, ഒരിക്കൽ ഈ ജമാൽ ഒരു സൂപ്പർ സ്റ്റാറായി ഉയരങ്ങളിലെത്തി നിൽക്കുമ്പോൾ ഈ എന്നെ ഒരു നോക്ക് കാണുവാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കും. ചെവിയിൽ ചെമ്പരത്തി പൂ പറിച്ചു വെക്കാൻ മാമ പറഞ്ഞില്ലേ, അത് മാത്രം പോരാ, അന്റെ തലയില് നെല്ലിക്കാത്തളം കൂടെ വെക്കണം കേട്ടോ. അല്ലോ, ടയർ 1/2 കിലോ തേഞ്ഞ്. എന്റെ ഷർട്ടും കൂളിംഗ് ഗ്ലാസും കേറി വാട. ദമാമ 1 ലക്ഷം രൂപയുണ്ട്, കൊണ്ടുപോയി ഭദ്രമായി വെച്ചേക്ക്. എന്താ എന്നെ ഈ വേഷത്തിൽ കണ്ടത് നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? അസൂയല്ല തോന്നണ, നിന്നെ കറടിച്ചു വിളിക്കാൻ എനിക്ക് തോന്നണം. നിന്നോട് ആര് പറഞ്ഞാ എന്റെ ഷർട്ടും കൂളിംഗ് ഗ്ലാസ് കൊടുത്ത് ചേർത്താൻ? അത് പിന്നെ ഇത്രയും കാശ് വാങ്ങാൻ പോണല്ലെന്ന് കരുതി ഒരു സ്റ്റൈലിന്. അതിന് ഈ അമേരിക്കൻ പ്രസിഡന്റ് ബുഷിന്റെ കയ്യിൽ നിന്നല്ലല്ലോ കായ് വാങ്ങാൻ പോയത്, തടിക്കച്ചവടക്കാരൻ ഖാദറിന്റെ കയ്യിൽ നിന്നല്ലേ? അതെ, പക്ഷേ ഞാൻ ജമാലേ, നീ എന്റെ മൂത്തുമാന്റെ മോനെ പോയി അല്ലായിരുന്നെങ്കിൽ. അൻവറ്, നീ എന്റെ എളാമന്റെ മോനായി പോയി അല്ലായിരുന്നെങ്കിൽ. നിങ്ങള് രണ്ടാളും എന്റെ പെങ്ങന്മാരുടെ മക്കളായി പോയി, ഇല്ലായിരുന്നെങ്കിൽ ചവിട്ടി നമ്മള് പുറത്തിട്ടേ. കാര്യോട്ടാണ് ചവിട്ടി പുറത്തല്ലേ മാമിട, ആരെങ്കിലും എടുത്ത് അകത്തിടോ? ഈ എന്താ തമാശ പറഞ്ഞതാ? വീക്കല്ലേ മാമ? അതെന്താ അനക്ക് അവനോട് അത്രയ്ക്ക് സ്നേഹം? അവനോടുള്ള സ്നേഹം കൊണ്ടല്ല, മാമ വീക്കണ സമയത്ത് ഇവനെങ്ങാൻ കുനിഞ്ഞളഞ്ഞാലേ ഈ കൈ വന്ന് എന്റെ മുഖത്ത് കൊള്ളും. സൂപ്പർ സ്റ്റാർ ആകാനുള്ള മുഖമാണ് മാമ. ജമാലെ, നിന്റെ ഷർട്ടാ കീറും. നിനക്ക് ഷർട്ടല്ല വേണ്ട, ഇത് എന്നാ നീ എടുത്തോടാ. ഷർട്ട് മാത്രല്ല, നിനക്ക് പാന്റ് ഊരി തരടാ. നിന്റെ ഒരു പൊട്ട ഷർട്ട്. ഹലോ, ഇടയ്ക്കൊന്നും വലിച്ചിട്ടില്ല. പിടി. ഇതൊക്കെ ഞാൻ സംവിധായകരെ കാണാൻ പോകുമ്പോ മാത്രം ഇടണതാ. സോറിടാ, ഞാൻ അറിഞ്ഞില്ല നീ ഇതൊക്കെ തെണ്ടാമോ ഇടണാണെന്ന്. ആ നീ വെച്ചോ, സംവിധായകരെ കാണാൻ പോകാനല്ലേ. എന്നൊരു കാര്യം ചെയ്യും, ആ ട്രൗസർ കൂടി കൂരിത്താ. ഇത് വേണ, ഇത് വേണമെങ്കിൽ മാമാനോട് വെക്ക്, അപ്പുറത്തായാലും വിരിച്ചിട്ടിരുന്നതാ. അന്നോടാര് പറഞ്ഞാ ഞമ്മന്റെ ട്രൗസർ എടുത്തിടാൻ? ഇത് കണ്ടപ്പോഴേ നമുക്കൊരു മുമ്പരിചയം തോന്നിയതാ. ചാടി കടിക്കണ്ട, ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ എടുത്തോട് തന്നെ ഊരിട്ടോളാം. വഴിമാറ്, പോയി വല്ല പണിയെടുത്ത് വെക്കടാ. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സിനിമ നടനാവൂന്ന്. അഥവാ ആയില്ലെങ്കിൽ എനിക്ക് സിനിമ കാണുമെങ്കിലും ചെയ്യാം. നിന്റെ കാര്യം അതാണോടാ, ഗൾഫിൽ പോകും എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിട്ട് ഗൾഫ് ഒന്ന് കാണാനുള്ള യോഗമെങ്കിലും ഉണ്ടോടാ? ഗൾഫിലെ കാറല്ല, എനിക്ക് ഇവിടത്തെ കാർ ഓടിച്ചു കിടക്കാനാ വിധി. എന്റെ പഠിച്ചോനെ, അങ്ങനെ തന്നെ ആയിപ്പോട്ടെ. എടാ, എനിക്ക് അങ്ങനെങ്കിലും ഒരു പണിയില്ലടാ. വെറുതെ ഞമ്മക്ക് ഒരു ഡീസലും പാഴായി. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാമ. ഉണ്ടായിരുന്നത് ഈ ഇത് ഷർട്ടും പാന്റും വാങ്ങി സംവിധായകരെ കാണാൻ നടന്നു കളഞ്ഞ കായ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞമ്മക്കൊരു ആന വാങ്ങായിരിക്കും. ശരിയാ, ആനേനെ വാങ്ങുമ്പോ ഒരു വെള്ള പുതപ്പൂടി മേടിച്ചു. അതെന്തിനാ ആനയ്ക്ക് പൊതിക്കാനോ? ആനയ്ക്ക് പുതയ്ക്കാനല്ല, ആന ഇവിടെ ഉള്ളവരെ ചവിട്ടി കൊല്ലുമ്പോ പുതപ്പിച്ചങ്ങോട്ട് കിടത്താനാ. മര്യാദക്കല്ലെങ്കിൽ നമ്മളൊരു പുതപ്പ് വാങ്ങി അന്നെ ചവിട്ടിക്കൊന്ന് പുതപ്പിച്ചു. പടച്ചോനെ, ആനയ്ക്ക് മതോളിക, ചങ്ങലക്കിട, മാമയ്ക്ക് മതോളിക, മാമിക്കിട. എന്താടാ അയ്യോ പറഞ്ഞ? ഞാനല്ല, ഈ ഗൾഫുകാരൻ എന്തോ പറഞ്ഞത്. ഒരു ഗൾഫുകാരൻ നടക്കും. ഏതായാലും ഒരു പണിക്കും പോവാത്ത സിനിമയെക്കാളും ഭേദം ഞാൻ തന്നെയാടാ. പിന്നെ പടച്ചോ കൊണ്ടു തരൂടാ എനിക്കൊരു വിസ. പിന്നെ പടച്ചോന് ഇപ്പൊ ട്രാവൽ ഏജൻസി അല്ല മാമ. എടേ, നീയൊക്കെ ഗൾഫിൽ പോണ സമയത്ത് ഞാനൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ സംശയമായിരിക്കും, അല്ലേ മാമ? ആറം പറ്റാണ്ടിരുന്ന ഭാഗ്യം. എന്താ പടച്ചോനെ,
രണ്ട് അനന്തരവന്മാരും കൂടെ ഞമ്മളെ ഇട്ട് വട്ടം കറക്കണം ഈ കാണണില്ലേ? അനക്ക് ഇവരെ അങ്ങോട്ട് വിളിച്ചുകൂടെ? ഇല്ലെങ്കിൽ ഞമ്മളെങ്കിലും അങ്ങോട്ട് വിളിക്ക്. നിങ്ങളെ നമ്മൾ എത്ര നേരം വിളിക്കാൻ തുടങ്ങിയിട്ട്? എന്തേ? അതെ, രാവിലെ ചായക്ക് ചപ്പാത്തി മതിയാ. ചപ്പാത്തിന്റെ കൂടെ കഴിക്കാൻ എന്താ? കോഴിക്കറി. കോഴിക്കറിന്റെ കാര്യമല്ല നമ്മൾ ചോദിച്ചത്. ചപ്പാത്തിന്റെ കൂടെ കഴിക്കാൻ ഇഡ്ഡലിയോ പുട്ടോ ദോശയോ വല്ലതും ഉണ്ടോന്നാണ്. അല്ല, നിങ്ങളെന്താണ് ഉദ്ദേശിക്കണത്? നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് അന്നെ എങ്ങനെ ഒന്ന് ഒഴിവാക്കി എടുക്കാമെന്ന്. മനസ്സിലായോടി ആമിന? മാമി, ഇന്നലത്തെ ചിക്കൻ കറി എന്റെ പല്ലിന്റെ ഇടയിൽ കേറി. അതെ, വെറുതെ ഇരുന്ന് നിന്നിട്ടാ. വെറുതെ ഇരുന്ന് നിന്നാലേ പല്ലിന്റെ ഇടയിൽ മാത്രല്ല എല്ലിന്റെ ഇടയിലും കേറും. ഈ എന്താടാ വള്ളിനിക്കറൊക്കെ ഇട്ട് പള്ളിക്കൂടത്തി പോണ? ഇത് ഇപ്പോഴത്തെ ഒരു ഫാഷനാ മാമി. എങ്ങനെയുണ്ട് മാമി? ഓടെ അവിടുന്ന്. ലൈല പോയാ? ഓൾ ഒരുങ്ങണുണ്ട്. വരുന്നുണ്ട് കുടുങ്ങി കുടുങ്ങി. ഇരിക്കണം കണ്ടില്ലേ? ഞാൻ റെഡി, പോവാ. ഞാൻ റെഡിയായിട്ട് 1 മണിക്കൂറായി. നിന്നോട് ആരാ പറഞ്ഞു 1 മണിക്കൂർ മുമ്പ് റെഡിയാവാൻ? ഓ, ഒരു തമാശ. വണ്ടിയെട്. എന്റെ പടച്ചോനെ, കൊതിച്ച നമ്മളും ഇരിച്ചത് അവനുമാണ്. എന്റെ ലൈലാനെ കൊണ്ട് അമ്മോടെ പോക്കുന്നുണ്ട്. മണ്ണും ചാരിതവൻ പെണ്ണിനെ കൊണ്ട് പോണ പോലുണ്ട്. നമ്മ വിട്ടോ. മോളെ, ദിവസവും നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കുന്ന എനിക്ക് നീ ഒരു പാരയാവരുത്. എന്താ? നീ ആ ജമാലിനെ വെറുതെ ഇങ്ങനെ വട്ടം കറക്കുന്ന എന്തിനാ? നിനക്ക് അവൻ ഇഷ്ടമാണെന്ന് ഇനിയെങ്കിലും തുറന്നു പറ. ഓനിപ്പ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനും നീയും തമ്മിൽ പ്രേമത്തിലാണെന്ന് ഓൻ വിചാരിച്ചിരിക്കണ. ഇക്കാര്യം ഞാൻ ഇപ്പഴറിയണേ. തൽക്കാലം ഇക്കാര്യം തിരുത്താൻ നിക്കണ്ട. നമുക്ക് മൂപ്പരിട്ടൊന്ന് വട്ടം കറക്കാം. എന്താവൂന്ന് അറിയാലോ. എന്താവാൻ? ഇതിങ്ങനെ പോയാലേ ഓൻ എന്നെ തട്ടേം ചെയ്യും. എന്റെ ഐശുവിനെ വേറെ ആരെങ്കിലും നിക്കാ കഴിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. എന്നാ പടച്ചോനോട് പറ, എത്രയും പെട്ടെന്ന് ഗൾഫിലേക്ക് ഒരു വിസ ശരിയാക്കി തരാൻ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഐഷുന്റെ ബാപ്പ ഓളെ മറ്റാർക്കെങ്കിലും നിക്കാ കഴിച്ചു കൊടുക്കും. എന്താ? എന്നോട് ഞമ്മള് പല പ്രാവശ്യം പറഞ്ഞ് പമ്മി പമ്മി പലരും പറയരുതെന്ന്. എന്റെ ഐശുവിന്റെ പാപ്പയല്ലേ? ഈ കൊട്ടയൊന്ന് പൊക്കിയേ, ഞമ്മളൊന്ന് പുറത്തു പറ്റിയെന്ന് എന്ത് സംസാരിക്കാം? ഇല്ലടാ ബലാല്, കുറെ ഇതിനകത്ത് കിടക്കി ബാപ്പ എന്തായി കാട്ടണേ? ജഗത്ത് പോ, ഇവരെ ഞമ്മളത് ശരിയാക്കലുണ്ട്. ഉമ്മ ഒന്ന് പറ ഉമ്മ, എന്നെ തുറന്നുവിടാൻ. ഞാൻ ഐശുവിനെ കാണാൻ വന്നതല്ലേ, ഓളെ എന്റെ പെണ്ണല്ലേ. ഐശു ഒന്ന് പറ, തുറന്നുവിടാൻ. അനക്ക് ഇങ്ങനെ ഒളിച്ചും പത്തം വരാണ്ട് നേരിട്ട് വന്നാലെന്താ? ദേ, ഇവിടെ അൻവറല്ലേ, തുറന്നു വിട്. തുറന്നു വിട് ബാപ്പ. തുറന്നു വിട് ബാപ്പ.
അവര് പറഞ്ഞതുകൊണ്ട് ആ അന്നെ നമ്മളിപ്പോ തുറന്ന് വിടണം. ആ. ഈ ഗൾഫിൽ പോണ കാര്യം എന്തായടാ? വിസ വന്നിട്ടില്ല. വിസ ടാക്സി വിളിച്ച് എന്റെ അടുത്തേക്ക് വരുവാടാ. എടാ ശ്രമിക്കണം, അല്ലാണ്ട് ബെർക്കിനെ പിറകിൽ കുത്തിയിരുന്നാലേ കാര്യം നടക്കൂല. എന്റെ മാമ വിചാരിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ അനക്കൊരു വിസ കിട്ടൂല്ലോ. പിന്നെ എന്താണ്? അത് നേരാണല്ല. ഹാജിയാരെ വിചാരിച്ചാ നടക്കൂലേ? ഗൾഫിലൊക്കെ മൂപ്പർക്ക് ഒത്തിരി പരിചയക്കാരുള്ളതല്ലേ. മാമാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉടനെ ശരിയാവും. നമ്മൾ വന്ന് ഹാജിയാരോട് ഒന്നുകൂടി പറഞ്ഞാലാ? അല്ലോ വേണ്ട. അതെന്താണ്? ഈ അപ്പൊ ഹാജിയാരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അതല്ല. ഏതല്ലാന്ന്? ഞാനിവിടെ വരണ കാര്യമൊന്നും മാമാക്ക് അറിയില്ല. എന്റെയും ഐഷുവിന്റെയും കാര്യമൊന്നും അവരോടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറട്ടെ. ഈ എന്താണ് പറയാതിരുന്നത്? ഓരൊക്കെ അറിയണ്ടേ കാര്യങ്ങള്? സമയാവുമ്പോ എല്ലാം എല്ലാവരോടും പറയാന്ന് കരുതി. ഇങ്ങനെ പോയ ഉടനെ അന്ന സമയാകും. എന്റെ ഒരേ ഒരു ചങ്ങാതിയായിരുന്ന എന്റെ ബാപ്പാക്ക് നമ്മൾ കൊടുത്ത വാക്കാണ് അന്നെ കൊണ്ട് എന്റെ ഐശ്വര്യനെ കഴിപ്പിക്കാവുന്ന. അതിന്റെ പേരില് ഈ ഇങ്ങനെ ഒളിച്ചും പാത്തും വരാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. മയ്യത്തായി പോയി അന്റെ ബാപ്പാനും ഉമ്മാനും വിചാരിച്ച് പറയാണ്, എവള് അന്റെ പെണ്ണ് തന്നെയാ. പക്ഷേങ്കില് ഗൾഫിൽ പോകാണ്ട് ഇവിടെ നിക്കാഹ് കഴിപ്പിച്ചതിലാവുന്നത് ഈ ഗിനാവ് കാണണ്ട. ഗൾഫുകാരന്റെ വിലയൊന്നും വേറെ തന്നെ ആണോ? ഗൾഫിൽ പോയി കണ്ട അറബീന്റെ അടിമയായിട്ട് കഴിയുന്നേക്കാൾ നല്ലത് സ്വന്തം നാട്ടില് രാജാവായിട്ട് കഴിയുന്നതാ. പിന്നെ നമ്മുടെ നാട്ടിൽ എന്തോരം രാജാക്കന്മാരാന്നറിയോ? പട്ടിണി കിടക്കുന്ന രാജാക്കന്മാര്. വൈകിട്ടോട്ടിറങ്ങിയാ കാണാം തെക്കും പടക്കും നടക്കണത്. ഈ എന്റെ മാമാന്റെ കാർ ഓടിച്ച് ഇവിടെ രാജാവായിട്ട് കഴിഞ്ഞു. എന്താ മോളെ, ഗൾഫിലെ ഏതെങ്കിലും അടിമയ്ക്ക് നിക്കാഹ് കഴിപ്പിച്ച് കൊടുത്തോളാം. എന്റെ ചങ്ങാതിക്ക് കൊടുത്ത വാക്ക് നമ്മള് മറന്നോളാം. ബാപ്പ ഇങ്ങനെ ചങ്കി കുത്തണ വർത്താനങ്ങൾ പറയരുത്. ഇല്ല പാപ്പ, നമ്മൾ സമ്മതിക്കൂല. സമ്മതിക്കും, എന്റെ ഉമ്മായി സമ്മതിക്കും. ഇതല്ലോ ഞമ്മളെയും ഗൾഫിലേക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ എന്നിട്ട് വേണം ഗൾഫ് നശിപ്പിച്ചെന്ന് പറഞ്ഞ് അറബികളെ നമ്മുടെ പേരിൽ കേസ് കൊടുക്കാൻ. ഐഷു ഇക്ക പോവാ. ചായ കുടിച്ചിട്ട് പോവാടാൻ വരെ. വേണ്ടുമ്മ, വയറ് നിറഞ്ഞു. എന്റെ പടച്ചോനെ, എനിക്ക് എന്റെ ഐഷുവിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ എന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് ഗൾഫിലേക്ക് എത്തിച്ചൂടെ എനിക്ക്. ഒന്ന് നിന്നേ. ഇതെങ്ങോട്ടാ രാവിലെ ഒരുങ്ങി കെട്ടി? പണിയൊന്നും ഇല്ലല്ലേ? ചാകാൻ പോവാ. എന്തേ? ശരിയാടാ, അത് തന്നെയാ നല്ലത്. ഈ നാടെങ്കിലും ഒന്ന് രക്ഷപ്പെടൂല്ലോ. നാട് രക്ഷപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, കുടുംബമെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ചേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്താടാ? തനിക്ക് പോയെന്ന് ചാകാവോ? തന്റെ കുടുംബം രക്ഷപ്പെടും. പോണോ? രാവിലെ കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും. ഒന്നും കഴിക്കാറ് നന്നായി. രാവിലെ പയറ് നിറഞ്ഞു. ഒരു ചായ എടുത്തോ. ചായലൊരു ഈച്ച കിടക്കേ. ഈച്ചയല്ലേ, പൂച്ചൊന്നുമില്ലല്ലോ. അങ്ങ് എടുത്ത് കളയാൻ പാടില്ലേ? താടി അടിങ്ങി ഒരു പണിയെടുക്കരുത് കേട്ടോ. ഇത് കണ്ടോ, ഹെൽമറ്റ് ധരിക്കാതെ വന്ന ബൈക്ക് യാത്രികനെ പോലീസുകാർ തടഞ്ഞു നിർത്തി ലാത്തി കൊണ്ട് തലക്കടിച്ചു. ചെറുപ്പക്കാരന്റെ നില ഗുരുതരം. ഇക്കണക്കിന് പോയാ വഴി കൂടി നടക്കണ എല്ലാവരും ഹെൽമറ്റ് വെക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നണേ. എടാ വാസു, നീയൊക്കെ ഹെൽമറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ച് നടക്കണവനല്ലേ? പോലീസുകാർ തടഞ്ഞു നിർത്തി നിന്റെ ഒക്കെ തല അടിച്ചു പൊട്ടിക്കും. കൊള്ള പോലീസുകാരെങ്ങ ഇവന്റെ തലയടിച്ച് പൊട്ടിക്ക. ഈ പഞ്ചായത്ത് മൊത്തം ചെളിയായി. അപ്പോഴേ ആരും അങ്ങനെ ചിരിക്കണ്ട. ഇനി അതിന്റെ പേരിൽ നാളെ ഇവിടെ ഹർത്താലാചരിക്കേണ്ടി വരും. ഞാൻ കടയടിച്ചിട്ട് വരും. പടച്ചോനെ, ഇല്ലേ ഇരിക്കണ വടയുടെ ഒക്കെ കാലാവധി ഒരു ദിവസം കൂടി നീളുവല്ല. അല്ല നീ എങ്ങോട്ടാ അശോക? എന്റെ പൊന്നേട്ടാ, ഇന്നും ഉണ്ട് പതിവ് പോലൊരു ഇന്റർവ്യൂ. എനിക്ക് പോകാനൊട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ വീട്ടിലെ അച്ഛനും പെങ്ങന്മാർക്കൊക്കെ ഒരേ നിർബന്ധം. അപ്പൊ പിന്നെ വെറുതെ അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു. അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? എവിടെ ഒരു കാര്യവും ഇല്ല. നായന്റെ വാല് കൊള്ളിട്ടാലും നേരെയാവില്ല. ഉടനെ ഗൾഫിൽ പോകുമെന്ന് പറഞ്ഞല്ലേ നീ ആ ഓട്ടോ വെച്ചത്? എന്നിട്ട് എന്തായി? ഉടനെ ഗൾഫിൽ പോകാനായിട്ട് ചേട്ടൻ എന്റെ കൊണ്ട് തന്നിട്ടുണ്ടോ വിസ? അതിന് അറബിയോട് വിളിച്ചു തുടങ്ങാ പോരെ നിന്റെ പേരിലൊരു വിസ അയക്കാരെ.
എന്റെ പൊന്നു സുഹൃത്തെ, പിള്ളച്ചേട്ടൻ ഒരു കാലത്തും ചെലവാകാത്ത വടകള് ഈ അലമാരയിൽ ഇങ്ങനെ അട്ടിയിട്ട് വച്ചേക്കണ പോലെ അറബിയുടെ അലമാരയിൽ ഇങ്ങനെ അടുക്കി വച്ചിട്ടില്ല വിസ ഉടനെ ഇങ്ങോട്ട് അയച്ചു തരാൻ. മനസ്സിലായോ? നിനക്ക് വിസ കിട്ടിയില്ലെന്നും പറഞ്ഞേ എന്റെ അലമാരിയിരിക്കുന്ന വടയെ പറ്റി പറയാൻ നീ ആളായിട്ടില്ല. പിള്ളച്ചേട്ടൻ നോക്കിക്കോ, വിസ വരും, അതെനിക്ക് ഉറപ്പാ. എടാ എന്തൊക്കെ പറഞ്ഞാലും നീ ആ ഓട്ടോറിക്ഷ വിട്ടത് ശരിയായില്ല. ആ കല്ലേല് ഇന്നത്തെ ചെറുപ്പക്കാർ ഇങ്ങനെ എന്തെങ്കിലും കിട്ടുന്നു പറഞ്ഞ് കൈയിരിക്കണം കിടകളെ ഒടുക്ക കൈയിരിക്കണ പോവും ചെയ്ത് കിട്ടാനുള്ള കിട്ടി. എടാ പോലെ ഈ ഉണ്ടമ്പരിക്കലും മൂന്നാളിനെ കൊണ്ടുപോടാ. ഞാൻ നിന്റെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, എന്റെ കൊണ്ടുപോരാ കൊണ്ടുപോടാ. നേരാടാ, നീ കൊണ്ടുപോയിക്കോ. പോട വഴിക്കല്ലോ പട്ടിയെ പോത്ത വന്നാ എറിഞ്ഞോടിക്ക. പിന്നെ ഇന്റർവ്യൂവിന് പോകുമ്പോഴല്ലേ ഉണ്ടമ്പൊരി. എവിടെന്ന് ഓൻ ഇന്റർവ്യൂവിനൊന്നും പോവില്ല. അവൻ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് കറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോ പുരയിലേക്ക് പോകും. ഓന്റെ കൽബ് നിറയെ ഗൾഫിൽ പോണ വിചാര പടശവും കാക്കും ഓനെ. ഗൾഫിൽ പോകാൻ വേണ്ടി മേടിച്ച ഷൂവാ. ഇതിപ്പോ വിസ വരുമ്പോഴത്തേനും വേറെ മേടിക്കേണ്ടി വരും തോന്നുന്നു. ഈ ഷൂ കമ്പനിക്കാരെ എൻ്റെ കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ. എന്തെന്നൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കണ പാറ്റിയ വണ്ട. എവിടെ നോക്കിയോടാ വണ്ടി ഓടിക്കണം. പടച്ചോനെ അളിയ സോറിടാ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. ടയറ് ചെളിയില് നീ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. പടച്ചോനെ ഓന് വട്ടായ, നിനക്കെന്താ പറ്റിയടാ? താങ്ക്സ്. എന്തിന്? നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ. അതെ, വണ്ടി കയറ്, അല്ലെങ്കിൽ വേണ്ട കുളത്തിൽ കഴുകാം. ആകെ കുളവായില്ലേ, ഇനി കഴുകിയിട്ട് എന്താ കാര്യം? അല്ല, നമുക്ക് കഴുകാം. വാ, നീ വാ. ഇതിപ്പോ പണ്ടാരാണ്ടും പറഞ്ഞ പോലെയാണല്ലോ നിന്റെ കാര്യം. ഒരലിയെന്ന് ഒലക്കേനോട് പറഞ്ഞ പോലെ. എന്ത് കഷ്ടമാണെന്ന് ആലോചിക്കണേ. അയ്യോ, ഈ പേട്ടിയർക്കൻ ഇങ്ങോട്ട് കൊണ്ടാന്ന്. എടാ ഗൾഫിൽ ഇട്ടോണ്ട് പോകാനുള്ള ഷർട്ടാന്ന്. എടാ ഇങ്ങോട്ട് കൊണ്ട്. പിള്ളേരായി ഇത്തിരി അടക്കം ഒതുക്കൊക്കെ വേണ്ടേ? നീ പറ, ഞാൻ എന്ത് ചെയ്യും? എന്റെ ഐശുവിന് എനിക്ക് വേണം. ഗൾഫിൽ പോക്കൊന്നും ഉടനെ നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. വൈകിയ ഓളെ വാപ്പ ഓളെ വേറെ വല്ലവർക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കും. ഒരു ബെസ്റ്റ് ഐഡിയ. പക്ഷെ സംഗതി അല്പം റിസ്കാ. നീ എങ്ങനെയെങ്കിലും ഐഷുവിനെ വീട്ടിൽ നിന്ന് ചാടിക്കണം. ഞാൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കി രജിസ്റ്റർ ഓഫീസിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യാം. നീയും ഐഷും കൂടി അങ്ങോട്ട് എത്തിയാ മതി. അതിൽ നല്ലതേ നീ സർക്കാർ ആശുപത്രിയുടെ മോർച്ചറിന് മുമ്പിൽ എന്നെ വെയിറ്റ് ചെയ്യുന്നതാ. ഓളെ വാപ്പ എന്നെ ഒരൊറ്റ ചവിണ്ട് കൊന്നിട്ടേ അപ്പ തന്നെ ഓളെ വേറൊരാൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കും. പോരാത്തേനെ നാട്ടിലെ സകല ആൾക്കാരും മൂപ്പര പക്ഷത്ത് നിൽക്കുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിലെ സഹായത്തിന് പോലും ഒരാളുണ്ടാവില്ലേ? നമുക്കൊരു പണി ചെയ്താലോ? എന്ത്? ജമാലിനെ കൂടെ കൂട്ടിയാലോ? ബെസ്റ്റ്. എന്നാ മാമാന്റെ ചെവിൽ എപ്പ എത്തിയെന്ന് ചോദിച്ചാൽ മതി. എനിക്കിട്ട് എങ്ങനെ പാരപണിയാണെന്ന് വിചാരിച്ചിട്ടാ ഓൻ നടക്കണത്. ഒരു കാര്യം ചെയ്യാം, നീ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഐശുവിനെ കൂട്ടിട്ട് വാ. ഞാൻ രജിസ്റ്റർ ഓഫീസിൽ വെയിറ്റ് ചെയ്യാം. ഉള്ള നല്ല ബെസ്റ്റ് ഐഡിയ. എന്നിട്ട് വേണം അവക്കടെ ആൾക്കാരെല്ലാരും കൂടി വന്ന് എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടുന്ന സമയത്ത് നിനക്ക് നിന്റെ പെണ്ണിനെ കൊണ്ട് കടന്നു കളയാനല്ലേ? അതല്ല, നിനക്കാവുമ്പോ എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ്. എന്റെ അച്ഛന് പണ്ട് പെണ്ണുങ്ങളെ പൊക്കിക്കൊണ്ടുവരലായിരുന്ന പണി. ആണാ? ഓടാ, ഞാനിവിടെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാ അവന്റെ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നത്. നീ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കാതെ കുറച്ചാണ് നീക്കണം. തമാശിക്കല്ലേ? എടാ, ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണം. അല്ലെങ്കിൽ നീ ചത്തു കഴിഞ്ഞാലേ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞ് കളിയാക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. ഓട്ടോ വിറ്റതും നുള്ളിപ്പെറുക്കിയത് എല്ലാം കൂടി കൂട്ടി ഒരു 1.5 ലക്ഷം രൂപ എന്റെ വീടിന്റെ അലമാരിൽ ഇരിക്കണം. നീ ഇന്ന് രാത്രി വന്ന് അതങ്ങ് കട്ടോണ്ട് പോ. അപ്പൊ ആ കാരണം പറഞ്ഞ് എനിക്ക് ആത്മഹത്യ ചെയ്യാല. ഇനി അതേ ഒരു മാർഗമുള്ളൂ. അല്ലാതെ അടുത്ത കാലത്ത് ഗൾഫിൽ പോയി രക്ഷപ്പെടാൻ പറ്റുന്ന എനിക്ക് തോന്നണം. എന്നാ പിന്നെ നിനക്ക് ആ കാശ് കൊണ്ട് നിന്റെ മൂത്ത പെങ്ങളെ കെട്ടിച്ചയച്ചൂടെ? കൂടെ 5 ലക്ഷം ശ്രീധനം വാങ്ങിയിട്ട് നിനക്കും കൂടി ഒന്ന് കെട്ടിക്കൂടെ? ഫസ്റ്റ് വേലയും കൂടി ഇല്ലാത്തവൻ 5 ലക്ഷം ശ്രീധനം. 5 അല്ല 10 ലക്ഷം പൊതിഞ്ഞേട്ടി വച്ചേക്കണ്. ജോലിപ്പില്ലെന്നല്ലേ ഉള്ളൂ. ഉടനെ ഗൾഫിലേക്ക് പോകുന്ന അങ്ങോട്ട് പറയണം. എന്നിട്ടെന്താ ഐഷുവിന്റെ വാപ്പ ഓളെ നിനക്ക് കെട്ടിച്ചേരാത്തത്? അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് വഴിയുണ്ട്. പെരുവഴി ആയിരിക്കും. പത്രത്തിൽ മാട്രിമോണി കോളത്തിലെ ചില പരസ്യങ്ങൾ കാണാറുണ്ട്. ജോലിയും ജാതിയും ഒന്നും ഒരു പ്രശ്നമല്ല. ഇത്ര വയസ്സുള്ള ഇന്ന സ്ഥലത്തുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമുക്കതൊന്ന് ട്രൈ ചെയ്താലോ? അതാവുമ്പോ പെരുത്ത കാശുകാരായിരിക്കും. ജോലിയും ജാതിയും ഒന്നും പ്രശ്നമായിരിക്കില്ല. അതുപോലെ തന്നെ ആ പെണ്ണിന് ഭർത്താവ് ഒരു പ്രശ്നമായിരിക്കില്ല. പെണ്ണ് വേണമെങ്കിൽ വല്ല വേലി അടിയതാ 2 പെറ്റതൊക്കെ ആയിരിക്കും.
പെറ്റതാണെങ്കിൽ നീ രക്ഷപ്പെട്ടടാ. പെണ്ണിന് മുൻപരിചയം കാണുമല്ലോ. ഇവന്റെ കൈ കൊണ്ട് ഞാൻ ചാകും. എന്താ വേറെ പിള്ളേർ ഇത്രയും പിള്ളേരുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. ഇരിക്കണെങ്കിൽ എന്താ ആരോഗ്യം വലിച്ച നീ അങ്ങോട്ട് വലിക്കങ്ങട് വിടറോ. ഇതിന്റെ തണ്ടാണ്ടല്ലോ ഇവിടെ ഉണ്ടാവോ. വലിക്കടാങ്ങട് വലിക്ക്. അൻവർ ഇങ്ങോട്ട് ഒരു കാര്യം. ദൈവമേ, ഇത് അടുത്തിടിക്കുള്ള കോളാണല്ലോ. എങ്ങോട്ടാ ഒന്ന് ഓടണ കാർ? അയ്യോ, മരണം ഉറപ്പാ. ഇതേ ഒരു മാർഗം. എന്നെ കൊണ്ടുപോണ ഞാനും കൂടി സുബൈറിന്റെ സ്വന്തം കമ്പനിയിലാണ് അസിസ്റ്റന്റ് സൂപ്പർവൈസറായിട്ട്. നല്ല ശമ്പളം. ഒരു കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞാൽ ശമ്പളം ഇരട്ടിയാവും അത്രേ. എന്നാ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് പോയാ പോരെ, ഇരട്ടി ശമ്പളം കിട്ടുമല്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, ജോലിക്ക് വരണില്ല, മാസാമാസം ശമ്പളം എങ്ങടെ അയച്ചു തന്നാ മതി എന്ന് അവനോട് പറഞ്ഞാലാ. എന്നാലും മതി. പക്ഷേ ഓരത് സമ്മതിക്കൂ? എന്നെ കൊണ്ട് 3 തലാക്ക് ചുറ്റിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഓൻ എന്റെ താത്താന്റെ മോനാ. ഓനെ ഞമ്മള് ചെറുപ്പത്തിലെ ഒത്തിരി എടുത്തോണ്ട് നടന്നിട്ടുള്ളതാ. അതിന്റെ നന്ദി ഓന് പെരുത്തുണ്ട് ഞമ്മളോട്. ഈ എടുത്തോണ്ട് നടന്നതിന്റെ നന്ദിയൊന്നും അല്ല ഓനിപ്പ കാട്ടണത്. 5 കൊല്ലം മുമ്പ് ഓൻ ഗൾഫിൽ പോകാൻ നേരത്ത് 2 ലക്ഷം ഉറുപ്പിക ഞമ്മളാണ് എടുത്തു കൊടുത്തത്. അത് വല്ല എന്റെ ഓർമ്മയിലുണ്ടാ? ഞമ്മക്കാകെ ഒരു ആശയക്കുഴപ്പം. ജമാലിനെ വിടണോ അതോ അൻവറിനെ വിടണോ? അൻവറിനാണ് താല്പര്യം കൂടുതൽ. പക്ഷെ വിസ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പൊ ജമാലിന് താല്പര്യം വന്നുകൂടുന്നില്ലല്ല. ഓന് താല്പര്യം ഉണ്ടെങ്കിൽ ഓനെ തന്നെ വിടണം. അപ്പൊ അൻവറിന് അതൊരു വിഷമാവൂലേ? 2 വിസ അയച്ചു തരാമെന്നാണ് സുബൈർ എന്നോട് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഒരെണ്ണം അയച്ച എന്താണാവോ? ഞമ്മളൊരു കാര്യം പറയട്ടെ, ഈ ബന്നേക്കണ വിസ 2 ആക്കി കീറിട്ട് ഞമ്മക്ക് 2 ആളെയും പറഞ്ഞു വിട്ടാലാ? ഇതെന്താടി ചക്കപ്പയോ 2 ആക്കി 2 പേർക്ക് കൊടുക്കാൻ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞമ്മളങ്ങ് പോയാലോ ഗൾഫിലോട്ട്. ഈ ഇനി ബാ തുറന്നാ പോകേണ്ടി വരില്ല. അന്നെ ഇവിടെ കുഴിച്ചു പൊടിഞ്ഞ ഞമ്മളൊരു ബൈ കണ്ടേക്കണം. ഈ എന്താണെന്നും മുണ്ടാണ്ട് കുത്തിയിരിക്കണത്? അനക്ക് താല്പര്യം ഇല്ലേ? എന്താണെങ്കിലും തുറന്നു പറഞ്ഞോ. അത് മാമ, ഞാൻ ഗൾഫിൽ പോയി 10 കായുണ്ടാക്കണോ അതോടെ സിനിമേന്റെ പുറകെ നടന്ന് ജീവിതം പാഴാക്കണോ വേണ്ടായോ എന്ന് ഇജ്ജ് തീരുമാനിക്ക്. ഞമ്മള് പറയണ പോലെ ഈ ജോലിക്ക് പോയാ എന്റെ ലൈലാനെ അനക്ക് നിക്കാഹ് ചെയ്ത് തന്നേക്കാം. നേരാണോ മാമ പറഞ്ഞത്? അതേന്ന്. എന്താ മാമാനെ എനക്ക് വിശ്വാസം? എന്റെ സിനിമാ മോഹം കളഞ്ഞിട്ട് ഗൾഫിൽ പോകാൻ തയ്യാറാണോ? എന്റെ മോറ് വാടിയത് 1 മാസത്തെ അവധി കൊണ്ട് മിസ്സാക്കി. ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. അല്ല മാമ, ലൈലാന നിക്കാഹ് കഴിച്ചിട്ട് ഞാൻ ഗൾഫിൽ പോയാ പോരെ? അപ്പൊ ഞമ്മള് വിചാരിച്ച പോലെ ഈ അത്ര മണ്ടനൊന്നും അല്ല. വളഞ്ഞ ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ കയ്യില്. അത് പിന്നെ ഞാൻ എന്താ സുഖം. ഗൾഫുകാരൻ ജമാൽ ഔട്ട്, സൂപ്പർ സ്റ്റാർ ജമാൽ ഇൻ. എന്താണോ? അപ്പൊ എന്റെ ലൈല ഹലാക്കിലായല്ല പടച്ചോനെ.
ഒരു വഴിയുണ്ട്. ലൈലാൻ എന്റെ വശത്താക്കണം, എന്നിട്ട് ഓളെ കൊണ്ട് പറയിപ്പിക്കണം മാമാനോട്. എനിക്ക് സിനിമാ നടനായ ജമാലിക്കേ മതി, എനിക്ക് സിനിമാ നടനായ ജമാലിക്കേ മതി. ഓള് പറഞ്ഞ മാമ കേൾക്കാതിരിക്കില്ല, കേൾക്കും.